HMP വൈറസ് ബാധ സംബന്ധിച്ച് സംസ്ഥാനത്ത് ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. HMP വൈറസിനെ കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്ന് ആരോഗ്യമന്ത്രി. ബോബി ചെമ്മണ്ണൂരിനെതിരെ ചലച്ചിത്ര നടി ഹണി റോസ് പോലീസിൽ പരാതി നൽകി. തുടർച്ചയായി അശ്ലീല പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ചാണ് പരാതി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി പൊരിഞ്ഞ പോരാട്ടം. 950 പോയിന്റുമായി തൃശൂർ ജില്ല 1ാം സ്ഥാനത്ത് തുടരുന്നു. കലോത്സവം നാളെ സമാപിക്കും. കലൂരിൽ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് ഉമാ തോമസ് MLA വീണ് പരിക്കേറ്റ സംഭവം. തൃശൂരിലെ ഓസ്കാർ ഇവന്റ്സ് ഉടമ PS ജനീഷ് പിടിയിൽ. തൃശൂർ മെഡിക്കൽ കോളേജിൽ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മെഡിക്കൽ കോളേജിന്റെ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റാൻ 33 kV സബ്സ്റ്റേഷൻ നിർമ്മിക്കുവാനുള്ള നടപടി തുടങ്ങിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വാൽപ്പാറ സിങ്കോണ എസ്റ്റേറ്റിൽ വീണ്ടും കാട്ടാനകളുടെ ആക്രമണം. സ്കൂളിന്റെ അടുക്കളയും പോസ്റ്റ് ഓഫീസും തകർത്തു. അതിരപ്പള്ളി പിള്ളപ്പാറയിൽ ഫെൻസിംഗ് തകർത്തെത്തിയ കാട്ടാനകൾ 1000-ഓളം നേന്ത്രവാഴകൾ നശിപ്പിച്ചു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. HMP വൈറസിനെ കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ വാസ്തവ വിരുദ്ധമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. തൃശൂർ മെഡിക്കൽ കോളേജിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളിൽ പ്രചരിച്ചത് പുതിയ വൈറസ് കണ്ടുപിടിക്കപ്പെട്ടുവെന്നാണ്. എന്നാൽ ഇത് പുതിയ വൈറസ് അല്ലെന്നും മുൻപേ കണ്ടുപിടിക്കപ്പെട്ടതാണെന്നും ICMR തന്നെ വ്യക്തത വരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 2001 ഇത് ആഗോളതലത്തിൽ കണ്ടുപിടിക്കപ്പെട്ടത്. പക്ഷേ അതിനും 50 വർഷം മുൻപ് തന്നെ ഈ വൈറസ് വ്യാപിച്ചിരുന്നുവെന്നാണ് വൈദ്യശാസ്ത്ര ലോകം പറയുന്നത്. കേരളത്തിൽ 2023-ലും 2024-ലും സാമ്പിൾ പരിശോധനയിൽ ഈ വൈറസിന്റെ സാന്നിധ്യം തിരിച്ചറിയപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തെറ്റായ വാർത്തകളാണ്, വാസ്തവവിരുദ്ധമായിട്ടുള്ള വാർത്തകളാണ്. റെസ്പിറേറ്ററി പാനലിന്റെ പരിശോധനയുടെ ഭാഗമായി ഈ വൈറസ് പലതവണ ഡിറ്റക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2023-ലെയും 2024-ലെയും ഡേറ്റ എടുത്താൽ 11 സാമ്പിളുകളിൽ ഇത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഡിനോമിനേറ്ററും വലിയൊരു സാമ്പിൾ അല്ല എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. നമുക്ക് സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബിലും ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ വൈറസ് അല്ല. ആഗോളതലത്തിൽ തന്നെ 2001 കണ്ടുപിടിച്ചു. അതിനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നതാണ്. ഇന്ത്യയിലും അനേക വർഷങ്ങളായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നൊരു വൈറസാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ഭയപ്പെടുത്തുന്ന രീതിയിൽ, ഭീതിപ്പെടുത്തുന്ന നിലയിൽ വാർത്തകൾ പ്രചരിപ്പിക്കരുത്. ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലൊക്കെ അങ്ങനെ വരുന്നത് അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അത് തെറ്റിദ്ധരിപ്പിക്കരുത്, ആശങ്ക പടർത്തരുത് എന്നുള്ളതാണ് ആദ്യമേ അഭ്യർത്ഥിക്കാനുള്ളത്. ഇന്ത്യയിൽ അനേക വർഷങ്ങളായി സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു വൈറസാണ് ഇത്. അതുകൊണ്ട് ഭയപ്പെടുത്തുന്ന രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. ചില രാജ്യങ്ങളിൽ വൈറസ് വ്യാപനം കൂടിയതായുള്ള വാർത്തകൾ വരുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇക്കാര്യം സൂക്ഷ്മമായി വിലയിരുത്തി വരികയാണെന്നും ഓരോ ജില്ലാ തലത്തിലും കൂടുന്നുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും ഗർഭിണികളും പ്രായമായവരും മാസ്ക് ധരിക്കുന്നത് നല്ലതാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. TCV ന്യൂസ്, തൃശൂർ. രാജ്യത്ത് HMPV പടരുന്ന സാഹചര്യം നിരീക്ഷിച്ച് കേന്ദ്ര സർക്കാർ. നാഗ്പൂരിൽ 2 കുട്ടികൾ കൂടി രോഗബാധ സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് രോഗബാധിതരുടെ എണ്ണം 8ആയി. രോഗം സ്ഥിരീകരിച്ച ആർക്കും ചൈനയുമായി ബന്ധം സ്ഥിരീകരിച്ചിട്ടില്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. എങ്കിലും ജാഗ്രതയോടെ മുന്നോട്ടു പോകുവാനുള്ള നിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി സ്ഥിതിഗതികൾ വിലയിരുത്തി. രാജ്യത്ത് അസ്വാഭാവിക രോഗപകർച്ചയില്ലെന്നാണ് വിലയിരുത്തൽ. ശൈത്യകാലത്ത് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളിൽ വർധനവുണ്ടാകും. പരിശോധന ഊർജിതമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. HMP വൈറസ് രോഗഭീതിയിൽ തൃശൂർ ജില്ലയും. രോഗബാധ സംബന്ധിച്ച് കൃത്യമായി പരിശോധന നടക്കുന്നില്ലെന്ന് ആക്ഷേപമുയർന്നിട്ടുണ്ട്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ 10-ലധികം പേർക്ക് രോഗം ബാധിച്ചതായി സൂചനയുണ്ട്. എന്നാൽ ഔദ്യോഗികമായി വിവരം പുറത്തുവിട്ടിട്ടില്ല. ആശുപത്രിയിലെ പരിശോധനയിൽ വൈറസ് കണ്ടെത്തിയെങ്കിലും കൂടുതൽ പരിശോധനയ്ക്കായി സാമ്പിൾ പൂനെയിലെ ലാബിലേക്ക് അയച്ചിട്ടില്ല. ബോബി ചെമ്മണ്ണൂരിനെതിരെ ചലച്ചിത്ര നടി ഹണി റോസ് പോലീസിൽ പരാതി നൽകി. തുടർച്ചയായ അശ്ലീല പരാമർശങ്ങൾക്കെതിരെയാണ് പരാതി. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് നടപടി സ്വീകരിച്ചത്. തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ച് ലൈംഗിക ചുവയോടെ തുടർച്ചയായി പരാമർശം നടത്തിയെന്ന് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നു. സ്ത്രീത്വത്തെ അപമാനിച്ചപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വീണ്ടും അധിക്ഷേപം തുടർന്നതോടെയാണ് പരാതി നൽകിയത്. അതേസമയം ഹണി റോസിനോട് തെറ്റായ ഉദ്ദേശത്തോടെ പെരുമാറിയിട്ടില്ലെന്ന് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. മാർക്കറ്റിംഗിനായി ചില തമാശകൾ പറയാറുണ്ട്. താൻ പറയാത്ത വാക്കുകൾ പലരും വളച്ചൊടിക്കുകയാണെന്നും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു.
തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി ഇഞ്ചോടിഞ്ച് പോരാട്ടം. 950 പോയിന്റുമായി തൃശൂർ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു. 948 പോയിന്റുമായി കണ്ണൂർ രണ്ടാം സ്ഥാനത്തും 946 പോയിന്റുമായി പാലക്കാട് മൂന്നാം സ്ഥാനത്തും തുടരുകയാണ്. നാടോടി നൃത്തം, ഭരതനാട്യം, പൂരക്കളി, സംഘനൃത്തം, ചവിട്ടുനാടകം തുടങ്ങിയ ഇനങ്ങളിലാണ് 4ാം ദിനത്തിൽ മത്സരങ്ങൾ അരങ്ങേറിയത്. സമാപന ദിനമായ ബുധനാഴ്ച നാടോടി നൃത്തം, കേരള നടനം, വഞ്ചിപ്പാട്ട്, ഇരള നൃത്തം, പളിയ നൃത്തം തുടങ്ങിയ ഇനങ്ങളിൽ മത്സരം നടക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മിന്നും താരമായി തൃശൂരിൽ നിന്നുള്ള നന്ദന മത്സരിച്ച 2 ഇനങ്ങളിലും എ ഗ്രേഡ് നേട്ടത്തോടെയാണ് നന്ദന ജില്ലയുടെ അഭിമാന താരമായി മാറിയത്. ഹൈസ്കൂൾ വിഭാഗം നങ്ങ്യാർകൂത്തിലും കഥകളിയിലുമാണ് നന്ദന ഇത്തവണ തൃശൂരിനായി തലസ്ഥാന നഗരിയിലെ സംസ്ഥാന കലോത്സവ വേദിയിലെത്തിയത്. ജില്ലാ കലോത്സവത്തിലെ മിന്നും പ്രകടനത്തിലൂടെ എ ഗ്രേഡോടെ 1ാം സ്ഥാനം നേടിയാണ് സംസ്ഥാന കലോത്സവത്തിലേക്ക് നങ്ങ്യാർകൂത്തിൽ യോഗ്യത നേടിയത്. ഇതേ മികവ് അനന്തപുരിയിലും ആവർത്തിച്ചതോടെ എ ഗ്രേഡും സ്വന്തമായി. ഇതേ ഇനത്തിൽ കഴിഞ്ഞ തവണയും സംസ്ഥാന തലത്തിൽ മാറ്ററിയിച്ച നന്ദന എ ഗ്രേഡ് നേടിയിരുന്നു. അന്ന് അപ്പീലിലൂടെ എത്തിയായിരുന്നു മികച്ച നേട്ടം കരസ്ഥമാക്കിയത്. നങ്ങ്യാർകൂത്തിന് പുറമെ ഇത്തവണ കഥകളിയിലും അരങ്ങിലെത്തിയ നന്ദന അതിലും എ ഗ്രേഡ് നേടി. കഥകളിയിൽ അപ്പീലിലൂടെ എത്തിയായിരുന്നു അഭിമാന നേട്ടം കൈവരിച്ചത്. ഇതോടെ ഇരട്ടി സന്തോഷത്തിലാണ് നന്ദന. തീർച്ചയായിട്ടും 2 വട്ടം എ ഗ്രേഡ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. എന്നെ നങ്ങ്യാർകൂത്ത് പഠിപ്പിക്കുന്നത് പൈങ്കുളം നാരായണ ചെക്കിയാറാണ്. കഥകളി പഠിപ്പിക്കുന്നത് കലാമണ്ഡലം അരവിന്ദ മാഷാണ്. അപ്പോൾ അവരോട് വലിയ താങ്ക്സ്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സിനോടും എൻ്റെ പാരൻസിനോടൊക്കെ ഒരുപാട് നന്ദി. തൃശൂർ പൂങ്കുന്നം സ്വദേശി രാജേഷിന്റെയും അധ്യാപികയായ രാഗിയുടെയും മകളായ നന്ദന തൃശൂർ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. TCV തൃശൂർ. 1 രൂപ ദക്ഷിണ വെച്ചു. കഥകളിയിൽ ഗഹന സ്വന്തമാക്കിയത് എ ഗ്രേഡ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം കഥകളി മത്സരത്തിലാണ് പെരിങ്ങോട്ടുകര GHSSലെ +1 വിദ്യാർത്ഥിനിയായ ഗഹന എ ഗ്രേഡ് കരസ്ഥമാക്കിയത്. രുക്മിണി സ്വയംവരം കഥയുമായാണ് അരങ്ങിലെത്തിയത്. കഥകളി അരങ്ങിലെത്തണമെങ്കിൽ ലക്ഷങ്ങൾ ചിലവ് വരും. പരിശീലനത്തിന് വരുന്ന ചിലവ് വേറെയും. എന്നാൽ ആശാന് 1 രൂപ ദക്ഷിണ വെച്ചാണ് ഗഹന കലോത്സവ അരങ്ങിലെത്തിയത്. പെരിങ്ങോട്ടുകര ആവണേങ്ങാട്ടിൽ രഘുരാമ പണിക്കരുടെയും ഋഷികേശ് പണിക്കരുടെയും നേതൃത്വത്തിൽ നടത്തുന്ന സർവതോഭദ്രം കലാക്ഷേത്രത്തിലാണ് ഗഹന സൗജന്യ പരിശീലനം നടത്തുന്നത്. കലാനിലയം ഗോപിയുടെ ശിക്ഷണത്തിലാണ് കഥകളി പരിശീലനം. കഥകളിക്ക് പുറമെ മോഹിനിയാട്ടം, ഭരതനാട്യം, കളരി തുടങ്ങിയവയിലും ഇവിടെ സൗജന്യ പരിശീലനം നൽകുന്നുണ്ട്. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടി ചെമ്പൂച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി. ആൺകുട്ടികളുടെ ഏകാഭിനയ വിഭാഗത്തിലാണ് അനണിയ സ്ട്രീറ്റൻ എ ഗ്രേഡ് നേടിയത്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വന്തമായി എഴുതിയ സ്ക്രിപ്റ്റിലാണ് ഈ പ്രതിഭ ഏകാഭിനയം കാഴ്ചവെച്ച് കാണികളുടെയും ജഡ്ജസിന്റെയും പ്രശംസ ഒരുപോലെ പിടിച്ചുപറ്റിയത്. ചെമ്പൂച്ചിറ സ്വദേശി മളിയേക്കൽ ടിറ്റൻ ടിസി ദമ്പതികളുടെ മകനാണ്. കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിക്കിടെ ഗാലറിയിൽ നിന്ന് വീണ് ഉമാ തോമസ് MLAക്ക് പരിക്കേറ്റ സംഭവത്തിൽ തൃശൂരിലെ ഓസ്കാർ ഇവന്റ്സ് ഉടമ പിടിയിൽ. PS ജനീഷിനെയാണ് പോലീസ് പിടികൂടിയത്. കോടതി നിർദ്ദേശിച്ചിട്ടും ജനീഷ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരുന്നില്ല. ആശുപത്രിയിലായിരുന്നായിരുന്നു വിശദീകരണം. ഗിന്നസ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ട് ഡിസംബറിൽ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന മെഗാ ഭരതനാട്യം പരിപാടിക്കിടെ 15 അടി ഉയരമുള്ള ഉദ്ഘാടന വേദിയിൽ നിന്ന് വീണാണ് ഉമാ തോമസ് MLAക്ക് പരിക്കേറ്റത്. സംഭവത്തിൽ MT കൃഷ്ണകുമാർ, V ബെന്നി, ഷമീർ, മൃദംഗവിഷൻ ഉടമ നികേഷ് കുമാർ എന്നിവരെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിൽ ഏറ്റവും വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന കാലഘട്ടമാണിതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ
വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മെഡിക്കൽ കോളേജുകൾ സാധാരണക്കാർക്ക് അഭയസ്ഥാനമാണ്. മെഡിക്കൽ കോളേജിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതായും മറ്റ് വികസന പ്രവർത്തനങ്ങൾ നടന്നുവരുന്നതായും മന്ത്രി പറഞ്ഞു. ആരോഗ്യ കേന്ദ്രങ്ങൾ സ്മാർട്ട് ആശുപത്രികളായി മാറിയെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. HMP വൈറസിന് ജനിതകമാറ്റം വന്നിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാത്ത സാഹചര്യത്തിൽ ആശങ്കയുടെ സാഹചര്യമില്ലെന്ന് മന്ത്രി പറഞ്ഞു. സ്ഥലം MLAയുടെ ആവശ്യപ്രകാരം വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ 33 kV സബ്സ്റ്റേഷൻ സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മെഡിക്കൽ കോളേജിലെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനത്തോടൊപ്പം മുണ്ടത്തിക്കോട് പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്നതിന്റെ പ്രഖ്യാപനവും മന്ത്രി വേദിയിൽ നിർവഹിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA അധ്യക്ഷത വഹിച്ചു. കെ രാധാകൃഷ്ണൻ MP, ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ തോമസ് മാത്യു, വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ PN സുരേന്ദ്രൻ, പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ, അവണൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി, മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ M രാധിക തുടങ്ങിയവർ സംസാരിച്ചു. TC വിനോസ്, തൃശൂർ. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിക്കുന്ന കാഷ്വാലിറ്റി കോംപ്ലക്സ് കെട്ടിട നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കോംപ്ലക്സിന്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുമെന്നും ആശുപത്രിയിലെ വികസനത്തിനു വേണ്ടി കൂടുതൽ സ്ഥലം ലഭ്യമാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭ ചെയർമാൻ M കൃഷ്ണദാസ്, ചാവക്കാട് നഗരസഭ ചെയർപേഴ്സൺ ശ്രീജ പ്രശാന്ത്, ചാവക്കാട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജ് കുമാർ എന്നിവരും രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തെ പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. നബാർഡ് പദ്ധതിയിൽ 10.8 കോടി രൂപ ഉപയോഗിച്ചാണ് കാഷ്വാലിറ്റി കോംപ്ലക്സ് നിർമ്മിക്കുന്നത്. താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. 2023-ലും 2024-ലും ഇവിടെ നമ്മൾ HMPV ആ വൈറസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ സമൂഹത്തിന്റെ രോഗാതുരത കുറയ്ക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഔഷധി ഫാക്ടറി ആധുനികവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കുട്ടനെല്ലൂരിൽ നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആരോഗ്യമേഖലയിൽ കേരളം കണ്ട ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആയുർവേദ രംഗത്ത് കോടിക്കണക്കിന് രൂപയുടെ പ്രവർത്തനം നടത്തുകയാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. രോഗാതുരത കുറയ്ക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിൽ ആയുർവേദത്തിന് വളരെ ശക്തമായിട്ടുള്ള പങ്കുണ്ട്. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ ആരോഗ്യ മേഖലയ്ക്ക് നൽകുന്ന പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ഈ 8.5 വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ ഉണ്ടാകുന്ന അടിസ്ഥാന സൗകര്യ വികസനം കേരള സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസനമാണ് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുമ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയാണ് സംസ്ഥാന സർക്കാർ നൽകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് അധ്യക്ഷത വഹിച്ചു. ICPMSന്റെ പ്രവർത്തനോദ്ഘാടനവും ഔഷധി പഞ്ചകർമ്മ ആശുപത്രി ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് NABH അക്രഡിറ്റേഷൻ ലഭിച്ചതിന്റെ പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ ശ്യാമള വേണുഗോപാലൻ, ഔഷധി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ TK ഹൃദിക്, ഭരണസമിതി അംഗങ്ങളായ KF ഡേവിസ്, കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. TC വിനോസ്, തൃശൂർ. വാൽപ്പാറയിൽ വീണ്ടും കാട്ടാനകളുടെ ആക്രമണം. സ്കൂളിന്റെ അടുക്കളയും പോസ്റ്റ് ഓഫീസും തകർത്തു. സിങ്കോണ എസ്റ്റേറ്റിലായിരുന്നു സംഭവം. തീറ്റ തേടിയെത്തിയ 9 കാട്ടാനകളാണ് ആക്രമണം നടത്തിയത്. ഗവൺമെന്റ് UP സ്കൂളിന്റെ അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന അരിയും പലവ്യഞ്ജനങ്ങളും പരതിയെത്തിയ ആനകൾ കെട്ടിടത്തിന്റെ ജനലുകൾ പൊളിച്ചു. ശബ്ദം കേട്ട് ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവർ പടക്കം പൊട്ടിച്ചും പാട്ടുകൂട്ടിയും കാട്ടാനകളെ തുരത്തുകയായിരുന്നു. അതിരപ്പള്ളി പിള്ളപ്പാറയിൽ കാട്ടാനകൾ വാഴത്തോട്ടം നശിപ്പിച്ചു. ചാലക്കുടി പോട്ട സ്വദേശി അമ്പാട്ടുപറമ്പിൽ ബാബുവിന്റെ കൃഷിയിടത്തിലാണ് ഏതാനും ദിവസങ്ങളായി ആനകൾ നാശം വിതച്ചത്. 1000-ഓളം നേന്ത്രവാഴകൾ കാട്ടാനകൾ നശിപ്പിച്ചു. പിള്ളപ്പാറ പള്ളിയിൽ തിരുനാളായതിനാൽ കൃഷിയിടത്തിൽ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. ചൊവ്വാഴ്ച വൈകിട്ടാണ് ബാബു വിവരമറിഞ്ഞത്. തോട്ടത്തിന് ചുറ്റുമുള്ള ഫെൻസിംഗ് തകർത്താണ് ആനകൾ കൃഷിയിടത്തിലെത്തിയത്. പാട്ടത്തിനടുത്ത സ്ഥലത്താണ് ബാബു വാഴകൃഷി നടത്തുന്നത്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പരിസ്ഥിതി ലോല ബിൽ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട്ടിലെ വാൽപ്പാറയിൽ ബുധനാഴ്ച സമ്പൂർണ്ണ ബന്ദ് നടത്തും. എല്ലാ വിഭാഗം ഡ്രൈവർമാരും വ്യാപാരികളും തോട്ടം തൊഴിലാളികളും സംയുക്തമായാണ് ബന്ദിന് ആഹ്വാനം ചെയ്തത്. കോയമ്പത്തൂർ ജില്ലയിലെ വാൽപ്പാറ ആനമല കടുവ സങ്കേതത്തിന് കീഴിലുള്ള വാൽപ്പാറ മേഖലയിലെ ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിന് ഭീഷണിയാകുന്ന തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പരിസ്ഥിതി ബോധവൽക്കരണ ബിൽ നിയമമാക്കിയതിൽ പ്രതിഷേധിച്ചാണ് ബന്ദ്.
എല്ലാവർക്കും വീടും ഭൂമിയും ഈ സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും പദ്ധതിയുടെ ഭാഗമായി കുന്നംകുളം താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം ബഥനി സ്കൂൾ ഹാളിൽ നടന്ന അദാലത്തിൽ 12 പേർക്ക് പട്ടയവും 20 പേർക്ക് മുൻഗണനാ റേഷൻ കാർഡുകളും വിതരണം ചെയ്തു. MLA AC മൊയ്തീൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അദാലത്തുകളിൽ ഉൾപ്പെടാതെ വിവിധങ്ങളായിട്ടുള്ള ഫയലുകളുടെ ഭാഗമായി ദീർഘമായ ഒരു കാലം കെട്ടിക്കിടന്നതുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉൾപ്പെടെ മന്ത്രിമാർ നേരിട്ടിരുന്ന് അതിൻ്റെ പരാതികൾ സ്വീകരിച്ചുകൊണ്ട് പരിഹരിക്കണം എന്നൊരാശയം ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് കേരളത്തിലെ ഗവൺമെൻറ്, നിലവിലുള്ള ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അതിനു മുമ്പുള്ള ഗവൺമെൻറ്റും ഈ വിധത്തിൽ. തൃശൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ പ്രഖ്യാപിച്ച പുഴയ്ക്കൽ മൊബിലിറ്റി ഹബ്ബ് പദ്ധതി അട്ടിമറിച്ചതിന് പിന്നിലെ വാണിജ്യ വ്യവസായ റിയൽ എസ്റ്റേറ്റ് താൽപര്യങ്ങൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് കോർപ്പറേഷൻ കൌൺസിലർമാരായ ജോൺ ഡാനിയൽ, മേഫി ഡെൽസൺ എന്നിവർ ആവശ്യപ്പെട്ടു. ദീർഘദൂര ബസ്സുകളെ നഗരത്തിൽ പ്രവേശിക്കാതെ കടത്തിവിടാൻ ഉദ്ദേശിച്ച് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വിഭാവനം ചെയ്യപ്പെട്ട പദ്ധതിയാണ് പുഴയ്ക്കൽ ഹബ്ബ്. തൃശൂർ നഗരത്തിന്റെ വളർച്ച ഇഷ്ടപ്പെടാത്ത എറണാകുളം കേന്ദ്രീകരിച്ചുള്ള ചില റിയൽ എസ്റ്റേറ്റ് ലോബികൾക്ക് പദ്ധതി അട്ടിമറിച്ചതിന് പിന്നിൽ പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് കൌൺസിലർമാർ പറഞ്ഞു. കാഞ്ഞാണി പെരുമ്പുഴ പാലത്തിൽ അമിത വേഗതയിൽ വന്ന സ്വകാര്യ ബസ് പെട്ടി ഓട്ടോറിക്ഷയിലിടിച്ച അപകടം. പെട്ടി ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. വെളുത്തൂർ സ്വദേശി മാരാൻ വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് പരിക്കേറ്റത്. മീൻ വിൽപ്പനക്കാരനായ ഉണ്ണികൃഷ്ണൻ മീനെടുക്കാൻ ചേറ്റുവേലിക്ക് പോകും വഴിയാണ് അപകടം. പെരിഞ്ഞനത്ത് നിന്ന് തൃശൂർക്ക് വന്നിരുന്ന കമൽരാജ് ബസ് ഇടിച്ചാണ് അപകടം. ബസ് അമിത വേഗതയിലും പാലത്തിന് മേൽ മറ്റൊരു വാഹനത്തെ മറികടന്നു വന്നതാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. തെങ്ങുകയറ്റത്തിന് പരിശീലനം നൽകി ഗ്രീൻ ആർമി. പരിശീലനം വിജയകരമായി പൂർത്തീകരിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും. കേരവൃക്ഷത്തിന്റെ ഉയരങ്ങൾ കീഴടക്കാനുള്ള 25-അംഗ സംഘത്തിന്റെ പരിശീലനത്തിന് ബുധനാഴ്ച സമാപനമാകും. തെങ്ങുകയറ്റം വെല്ലുവിളിയല്ലാതാക്കാൻ പ്രത്യേക പരിശീലനം നൽകി വർഷം മുഴുവൻ ജോലി ഉറപ്പാക്കുന്നതിന് കേരള ലേബർ ബാങ്ക് രൂപീകരിക്കാനുള്ള ഗ്രീൻ ആർമി കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് പരിശീലനം. ലേബർ ബാങ്കിൽ ആദ്യഘട്ടത്തിൽ 25 പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നാളികേര വികസന ബോർഡിന്റെ ഫ്രണ്ട്സ് ഓഫ് കോക്കനട്ട് ട്രീ പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യ ബാച്ചിന്റെ പരിശീലനം വടക്കാഞ്ചേരി നഗരസഭയിലെ തിരുത്തിപ്പറമ്പിലുള്ള ഗ്രീൻ ആർമി കേന്ദ്രത്തിൽ നടന്നു വരികയാണ്. 5 ദിന പരിശീലനത്തിന് താമസം, ഭക്ഷണം എന്നിവ സൗജന്യമാണ്. പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് 1 വർഷം 7 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്, സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റ്, തെങ്ങുകയറ്റ യന്ത്രം എന്നിവ നൽകും. പഞ്ചാബിലെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള 2 വിദ്യാർത്ഥികളടക്കം 25 പേരാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ആരംഭിച്ച ഗ്രീൻ ആർമി കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുന്ന കൂട്ടായ്മയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളും സേനയുടെ ഭാഗമാണ്. TCV വടക്കാഞ്ചേരി. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം അയ്യന്തോളിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ES ഷാജി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് VK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം V റിയാസ്, തൃശൂർ ജില്ലാ സെക്രട്ടറി TN ദിലീപ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് TP സുരേഷ് കുമാർ, തൃശൂർ ജില്ലാ ട്രഷറർ TV സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പുനരുദ്ധരിച്ച കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിന്റെ മിനിയേച്ചർ ഒരുക്കി വ്യാപാരി. മേത്തല ചിത്തിരവളവ് സ്വദേശി വാടപ്പിള്ളി സക്കരിയയാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ദേവാലയത്തിന്റെ ചെറുപതിപ്പ് തയ്യാറാക്കിയത്. ചേരമാൻ ജുമാ മസ്ജിദിന് കീഴിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന സക്കരിയ 3 മാസത്തെ പരിശ്രമത്തിലൂടെയാണ് മിനിയേച്ചർ നിർമ്മിച്ചത്. പ്ലാസ്റ്റർ പാരിസിൽ ചേരമാൻ പള്ളിയുടെ ഒരു സംഭവം ചെയ്താൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു ഐഡിയ മനസ്സിൽ തോന്നിയതാണ്. ശരിക്കും ഒരു 3 മാസമെങ്കിലും ആയിട്ടുണ്ടാവും. 3 മാസം പിടിച്ചു ഇത് ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട്. കാരണം ഇപ്പോൾ നമ്മൾ പള്ളിയിൽ പോകുമ്പോഴൊക്കെ ഓരോ പ്ലാനുകൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ഇത് പ്ലാസ്റ്റർ പാരിസ് ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ആ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഇപ്പോൾ ധർമ്മക്കളാകുമ്പോൾ അത്രയും കിട്ടൂല. പിന്നെ കുറച്ച് തീപ്പിട്ടിക്കോല് അതിൻ്റെ ഒരു ആവശ്യം വന്നായിരുന്നു, ജനലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. പ്ലാസ്റ്റർ ഓഫ് പാരീസ്, കാർഡ്ബോർഡ് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. 2 അടി നീളവും 1 അടി വീതിയുമുള്ള പ്രതലത്തിലാണ് മിനിയേച്ചർ തയ്യാറാക്കിയിട്ടുള്ളത്. പള്ളിയുടെ അകത്തളങ്ങളിലെ പ്രസംഗപീഠവും തൂക്കുവിളക്കുമെല്ലാം മിനിയേച്ചറിലുണ്ട്. വൈദ്യുതി ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ച മിനിയേച്ചർ കാഴ്ചക്കാരെ ആകർഷിക്കുന്ന വിധത്തിൽ ഭംഗിയുള്ളതാണ്. മേഖലയിലെ അറിയപ്പെടുന്ന മാപ്പിളപ്പാട്ട് ഗായകൻ കൂടിയാണ് സക്കരിയ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.
എടക്കടിയൂർ സയ്യിദ് ഹൈദ്രു സിംബിച്ചിഗോയ തങ്ങളുടെയും സഹോദരി ഫാത്തിമ ബി കുഞ്ഞി ബീവിയുടെ 167ാമത് ആണ്ട് നേർച്ചയുടെ പ്രധാന ചടങ്ങുകളിലൊന്നായ കുടിയേറ്റം നടന്നു. തെക്ക് വടക്ക് ഭാഗം കാഴ്ച കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ കുടിയേറ്റ കാഴ്ചകളോടെ ജാറം അങ്കണത്തിലെത്തിയാണ് കുടിയേറ്റം നിർവഹിച്ചത്. വരന്തരപ്പള്ളിയിൽ കിണറ്റിൽ വീണ വീട്ടമ്മ മരിച്ചു. വരന്തരപ്പള്ളി പൗണ്ട് മൊയലൻപടി സ്വദേശി അമ്പലത്തറ വീട്ടിൽ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ 58 വയസ്സുള്ള ശൈലജയാണ് മരിച്ചത്. വീടിന്റെ സമീപത്തുള്ള ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിലാണ് ശൈലജ വീണത്. ശൈലജയെ കാണാനില്ലെന്ന പരാതിയിൽ അന്വേഷണത്തിനെത്തിയ വരന്തരപ്പള്ളി പോലീസാണ് ഇവരെ കിണറ്റിൽ വീണുകിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ CPO ബിബീഷ് വിശ്വനാഥൻ നാട്ടുകാരുടെ സഹായത്തോടെ കിണറ്റിലിറങ്ങി രക്ഷപ്പെടുത്തുകയായിരുന്നു. പരിക്കേറ്റ ശൈലജയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ചികിത്സയിലിരിക്കെ മരിച്ചു. വരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. നെല്ലിക്കുന്ന് സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലെ കലാകാരന്മാർ അവതരിപ്പിച്ച ബൈബിൾ സംഗീത നൃത്ത നാടകം ശ്രദ്ധേയമായി. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം എന്ന സംഗീത നൃത്ത നാടകമാണ് 33 കലാകാരന്മാർ ചേർന്ന് അവതരിപ്പിച്ചത്. രാജൻ, നാബോത്തിനോട് അങ്ങയുടെ ഇംഗിതം നേരിട്ട് അറിയിച്ചാലോ? നബോത്തെ, നമ്മുടെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ മുന്തിരിത്തോട്ടം വളരെ മനോഹരമായിരിക്കുന്നുവല്ലോ. വിളവ് 100 മേനി ആണെന്നല്ലോ കേട്ടുകേൾവി. ഇതെല്ലാം സത്യമാണോ? അതെ പ്രഭു, ദൈവം അനുഗ്രഹിച്ചതാണ് ഇത്രയ്ക്ക് വിളവ് ലഭിക്കാൻ കാരണം. ഉണ്ടായ വിളവെല്ലാം അത്രയും സ്വാദും രുചികരവുമായ ഫലവർഗ്ഗങ്ങളാണ്. നിങ്ങളുടെ മുന്തിരിത്തോട്ടം നമുക്ക് നല്ല മോഹമുണ്ട്. അവിടെ കൃഷി ചെയ്യാൻ എനിക്കും എന്റെ പ്രിയതമയ്ക്കും പദ്ധതികൾ ഏറെയുണ്ട്. ലോകത്ത് നടക്കുന്ന യുദ്ധത്തിന് കാരണം മനുഷ്യന്റെ പാപങ്ങളാണ്. അതിന് പരിഹാരം ലഭിക്കാൻ തെറ്റു ചെയ്യുന്ന മനുഷ്യൻ പശ്ചാത്തപിക്കണമെന്ന സന്ദേശവുമായാണ് നാടകം അരങ്ങേറിയത്. ഇടവക ദിനത്തോടനുബന്ധിച്ചാണ് നാടകം അവതരിപ്പിച്ചത്. മാധ്യമപ്രവർത്തകനായ AD ഷാജുവാണ് നാടകരചന നിർവഹിച്ചത്. സനിൽ മേനാച്ചേരിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. വികാരി ഫാദർ ജെയിംസ് വടക്കൂർ, ഫാദർ മിഥുൻ വടക്കേത്തല, ജനറൽ കൺവീനർ OD ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. 1 മണിക്കൂർ ദൈർഘ്യമുള്ള നാടകത്തിന് ആധുനിക ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളുടെ സാങ്കേതിക സഹായത്താലാണ് ശബ്ദവും വെളിച്ചവും നിയന്ത്രിച്ചത്. സനിൽ മേനാച്ചേരി, നിമ്മി ആന്റലോ, ജോഷി ആന്റണി, പോൾ ചാക്കോ, OD ജോസഫ്, ലിജോ ജോയ്, സുമ പോൾ, സിനി പ്രിൻസ് പുതുശ്ശേരി, ലിഖിൻ സൈമൺ എന്നിവരായിരുന്നു അഭിനേതാക്കൾ. ഇക്കാര്യത്തിൽ ഇടപെടുന്നു ഞാൻ, ഏലിയ. ദൈവത്തിന്റെ നീതിയുടെ സ്വരമാണ് ഞാൻ. നീ നിന്നെ തന്നെ വിട്ടിരിക്കുന്നു. സ്ത്രീയുടെ വാക്ക് കേട്ട് തെറ്റ് ചെയ്തു. തിന്മ പ്രവർത്തിച്ചവനെ ദൈവം ശിക്ഷിക്കും. ഇതാ നിനക്ക് നാശം വരുന്നു. നിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു. ജെസബേൽ, നീ നാശം വിതച്ച സ്ത്രീയാണ്. നായ്ക്കൾ നിന്റെ പിന്നാലെയുണ്ട്. കൈവിട്ടു പോകുമായിരുന്ന ജീവനും ജീവിതവും തിരികെ തന്നതിന് വിവാഹ വാർഷിക നാളിൽ ഇഷ്ടദേവന് കാണിക്കയെ ചിത്രങ്ങൾ സമർപ്പിക്കാനൊരുങ്ങുകയാണ് മട്ടത്തൂരിലെ ചിത്രകാരിയായ രതി ബാബു. കണ്ണന്റെ 35ഓളം ചിത്രങ്ങളുടെ പ്രദർശനം ഗുരുവായൂരിൽ ഒരുക്കാനുള്ള ശ്രമത്തിലാണ് കൃഷ്ണഭക്തിയായ രതി. വാസുപുരം കാരപ്പള്ളി സുരേഷ് ബാബുവിന്റെ ഭാര്യയാണ് ചിത്രകാരിയായ രതി. വൃക്കമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വീടിനുള്ളിൽ ഒതുങ്ങിപ്പോയ രതി ഒഴിവു സമയം ചിലവിടുന്നത് കൃഷ്ണന്റെ വിവിധ ഭാവങ്ങളിലുള്ള ചിത്രങ്ങൾ വരച്ചുകൊണ്ടാണ്. അതിജീവനത്തിനുള്ള ആത്മബലം പകർന്ന കണ്ണന് മുന്നിൽ കാണിക്കയായി താൻ വരച്ച ചിത്രങ്ങൾ സമർപ്പിക്കണമെന്നത് ഏറെക്കാലമായി രതിയുടെ ആഗ്രഹമായിരുന്നു. വിവാഹത്തിന്റെ 25ാം വാർഷിക ദിനമായ ഡിസംബർ 9 തന്നെ ഇതിനായി തെരഞ്ഞെടുക്കുകയായിരുന്നു. രതി വരച്ച 35 കൃഷ്ണചിത്രങ്ങളുടെ പ്രദർശനവും ഇതോടൊപ്പം ക്ഷേത്രനഗരിയിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഓരോ ചിത്രവും കണ്ണന്റെ വ്യത്യസ്ത ഭാവങ്ങളിലുള്ളവയാണ്. രോഗാവസ്ഥയിൽ തനിക്ക് പ്രചോദനവും താങ്ങും തണലുമായി നിന്ന ജീവിത പങ്കാളി സുരേഷ് ബാബു തന്നെ പ്രദർശനം ഉദ്ഘാടനം ചെയ്യണമെന്നാണ് രതിയുടെ ആഗ്രഹം. രോഗബാധിതരായി വീടകങ്ങളിൽ തളയ്ക്കപ്പെട്ടു പോകുന്നവർക്കുള്ള അതിജീവനത്തിന്റെ പാഠമാണ് തന്റെ കലാസബരിയിലൂടെ രതി സമൂഹത്തിന് പകർന്നു നൽകുന്നത്. വേദനയെയും നിരാശയെയും മറികടന്ന് ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറാൻ തങ്ങളിലെ സർഗവാസനകളുടെ കരുത്തുമതിയെന്ന് 48-കാരിയായ രതി പറയുന്നു. മകനെ ഗർഭം ധരിച്ച വേളയിലാണ് വൃക്കരോഗമുള്ളതായി കണ്ടെത്തിയത്. വർഷങ്ങളോളം രോഗാവസ്ഥയോട് പൊരുതിയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. വേദനയിലും നിരാശയിലും മനസ്സ് തളർന്നപ്പോഴുമെല്ലാം കൃഷ്ണഭക്തിയും ചായക്കൂട്ടുകളുമാണ് ആശ്വാസം പകർന്നത്. ചിത്രങ്ങളാണ് ഞാൻ കൃഷ്ണന്റെ ചിത്രങ്ങൾ വരച്ചിരുന്നത്. അത് 35 തരത്തിലുള്ള ചിത്രങ്ങളാണ്. പിന്നെ കൃഷ്ണനെ എത്ര വരച്ചാലും മതിയാവില്ല. 35ഓളം ചിത്രങ്ങൾ വരയ്ക്കാനേ വിട്ടിട്ടുള്ളൂ. കൂടുതൽ വരച്ചിരുന്നു, വിട്ടൊക്കെ പോയതാണ്. രോഗിയായിരുന്ന കാലഘട്ടത്തിൽ നിരവധി ചിത്രങ്ങൾ രതി വരച്ചു.
3.5 വർഷത്തോളം തുടർച്ചയായി ഡയാലിസിസിന് വിധേയയായി കഴിഞ്ഞപ്പോഴും ചിത്രം വരെയും ഭർത്താവും കുടുംബാംഗങ്ങളും പകർന്നു നൽകിയ ആത്മധൈര്യവുമാണ് രതിയെ ജീവിപ്പിച്ചത്. അമ്മ ഭവാനി തന്റെ വൃക്കകളിലൊന്ന് പകുത്തു നൽകി രതിയെ പൂർണ്ണ ആരോഗ്യവതിയായി ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയതോടെ തന്നിലെ സർഗവാസനകളെ കൂടുതൽ തേച്ചുമിനുക്കാൻ രതിക്ക് കഴിഞ്ഞു. TC വിനോസ്, കൊടകര. ഗുരുവായൂർ ക്ഷേത്രനഗരിയിലെ മാലിന്യ സംസ്കരണം പൂർണ്ണ പരാജയമാണെന്നാരോപിച്ച് BJP പ്രവർത്തകർ നഗരസഭാ ഓഫീസിന് മുൻപിൽ നിൽപ്പ് സമരം നടത്തി. BJP ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച നിൽപ്പ് സമരം മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് C. നിവേദിത ഉദ്ഘാടനം ചെയ്തു. BJP ഏരിയ പ്രസിഡന്റ് മനീഷ് കുളങ്ങര അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ ശോഭ ഹരിനാരായണൻ, മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, TV വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. മാള തിരുമുക്കുളത്ത് പള്ളി വികാരിയെ കാർ തടഞ്ഞ് പുറത്തിറക്കിയ അസഭ്യം പറഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ 4 പേർക്കെതിരെ മാള പോലീസ് കേസെടുത്തു. മരണഭയം ഉണ്ടാക്കുന്ന നിലയിൽ ഭീഷണിപ്പെടുത്തിയെന്നും തിരുമുക്കുളം സെന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ഫാദർ ആന്റണി പോൾ പറയമ്പത്ത് മാള പോലീസിൽ പരാതി നൽകി. തിരുമുക്കുളം സ്വദേശികളായ ഡേവിസ്, ഷൈജു, ലിനു, ലിൻസൺ എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. പള്ളി വികാരിയെ റോഡിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചവരെ തടഞ്ഞപ്പോൾ വ്യാപാരിയെയും കുടുംബത്തെയും മർദ്ദിച്ചതിനു ശേഷം ഭക്ഷണശാല അടിച്ചു തകർത്ത സംഭവത്തിൽ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു. കേരള പത്രപ്രവർത്തക യൂണിയൻ മുൻ സംസ്ഥാന പ്രസിഡന്റും വീക്ഷണം മുൻ സീനിയർ ഡെപ്യൂട്ടി എഡിറ്ററുമായ PN പ്രസന്നകുമാർ അനുസ്മരണം തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്നു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് MB ബാബു അധ്യക്ഷത വഹിച്ചു. അലക്സാണ്ടർ സാം, സേതുമാധവൻ, ജേക്കബ് ബെഞ്ചമിൻ, TS നീലാംബരൻ, K. മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചന്ദ്രാപിന്നിയിൽ നിലവിളക്കിൽ നിന്നും തീ പടർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. ചന്ദ്രാപിന്നി കോലാന്ത്ര പരേതനായ രാമദേവന്റെ ഭാര്യ 76 വയസ്സുള്ള ഗൗരിയാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് വീട്ടിൽ സന്ധ്യാദീപം തെളിയിക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7180 രൂപ, പവന് 57,440 രൂപ. വെള്ളി ഗ്രാമിന് 97 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3260 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. HMP വൈറസ് ബാധ സംബന്ധിച്ച് സംസ്ഥാനത്ത് ആശങ്ക വേണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. HMP വൈറസിനെ കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ വാസ്തവവിരുദ്ധമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ബോബി ചെമ്മണ്ണൂരിനെതിരെ ചലച്ചിത്ര നടി ഹണി റോസ് പോലീസിൽ പരാതി നൽകി. തുടർച്ചയായി അശ്ലീല പരാമർശങ്ങൾ നടത്തിയെന്നാരോപിച്ചാണ് പരാതി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി പൊരിഞ്ഞ പോരാട്ടം. 950 പോയിന്റുമായി തൃശൂർ ജില്ല 1ാം സ്ഥാനത്ത് തുടരുന്നു. കലോത്സവം നാളെ സമാപിക്കും. കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് ഉമാ തോമസ് MLA വീണ് പരിക്കേറ്റ സംഭവം. തൃശൂരിലെ ഓസ്കാർ ഇവന്റ്സ് ഉടമ PS ജനേഷ് പിടിയിൽ. തൃശൂർ മെഡിക്കൽ കോളേജിൽ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മെഡിക്കൽ കോളേജിന്റെ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റാൻ 33 kV സബ്സ്റ്റേഷൻ നിർമ്മിക്കുവാനുള്ള നടപടി തുടങ്ങിയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വാൽപ്പാറ സിങ്കോണ എസ്റ്റേറ്റിൽ വീണ്ടും കാട്ടാനകളുടെ ആക്രമണം. സ്കൂളിന്റെ അടുക്കളയും പോസ്റ്റ് ഓഫീസും തകർത്തു. അതിരപ്പള്ളി പിള്ളപ്പാറയിൽ ഫെൻസിംഗ് തകർത്തെത്തിയ കാട്ടാനകൾ 1000-ഓളം നേന്ത്രവാഴകൾ നശിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.